നവീൻജി നാദമണി, ഇവിടെ സന്ദീപ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഇന്ത്യ മുന്നണിക്കെതിരെ, അതായത് നിങ്ങളുടേത് ദിശാബോധമില്ലാത്ത ഒരു കൂട്ടായ്മയാണ്, നിങ്ങൾ തന്നെ പരസ്പരം വൈരുദ്ധ്യങ്ങളിൽ പെട്ടുകിടക്കുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി തന്നെ ഈ പ്രതിഷേധത്തെ വിശേഷിപ്പിച്ചത് അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായിട്ടുള്ള പ്രതിഷേധമെന്നായിരുന്നു. പക്ഷേ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം പറയുന്നു അങ്ങനെയല്ല, പ്രതിപക്ഷ കൂട്ടായ്മകൾ, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ ഈ വിരോധത്തോടു കൂടിയുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നു, അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധമാണെന്നാണ്. അപ്പോൾ ഒരു മഹാറാലി സംഘടിപ്പിക്കപ്പെടുന്നു, അതിൻ്റെ സ്ലോഗനിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെ പരസ്പരം പോരടിക്കുകയും മുൻപേ പറഞ്ഞതിൽ നിന്ന് മാറ്റിപ്പറയുകയും അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഈ മുന്നണി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംഘം മാത്രമായി ഇത് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഈ ചർച്ചയിൽ സന്ദീപ് വാര്യർ ഉന്നയിച്ചത്. ഗോപി, ഇവിടെ ഇന്ന് നമ്മൾ എന്താണ് കണ്ടത്? വിമർശനങ്ങൾക്കും വിയോജിപ്പുകൾക്കും എല്ലാം ഒരു വിലക്കുള്ള നാട്ടിൽ, ആ നാട്ടിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ ഒന്നിക്കുന്ന ഒരു കാഴ്ചയല്ലേ കണ്ടത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്താണ്? വിവിധങ്ങളായ വൈവിധ്യങ്ങളായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാമുള്ള വൈവിധ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് രാംലീല മൈതാനിൽ ഒന്നിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? ഇവർ പറയുന്നത് എന്താണ്? അഴിമതിക്കെതിരായിട്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇവർ എങ്ങനെയാണ് കേജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇവർ അഴിമതിക്കെതിരെയാണോ കേജ്രിവാളിനെതിരെ കേസെടുത്തിരിക്കുന്നത്? പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമാണോ ഇവർ കേസെടുത്തിരിക്കുന്നത്? ഇവർ കേസെടുത്തില്ലെങ്കിൽ CRPCയിലെ ഏതെങ്കിലും നിയമപ്രകാരമാണോ കേസെടുത്ത്? ഇവർ PMLA ആക്ട് വഴിയല്ലേ കേസെടുത്തിരിക്കുന്നത്? എന്തിനാണ് PMLA ആക്ട് വഴി കേസെടുത്ത്? ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കാൻ ഇന്ന് ഇന്ത്യയിൽ ഉള്ള ഏക നിയമം എന്ന് പറയുന്നത് PMLA നിയമമാണ്. അതുകൊണ്ട് PMLA നിയമപ്രകാരം കേസെടുക്കുന്നു. ആ കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്? പിന്നെ ഇന്നത്തെ ഐക്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു വരുന്ന കാഴ്ചയല്ലേ കണ്ടത്? ഇവർ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ വിയോജിപ്പുകളെല്ലാം മാറ്റിവെച്ച് ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഒരു ഒത്തൊരുമയല്ലേ കണ്ടത്? ഈ കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ ഇന്ന് നമ്മൾ കണ്ടത്? എന്തെന്ന് വെച്ചാൽ, ഒരു കാലത്ത് അഴിമതിക്കെതിരെ പോരാടി മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടിയെങ്കിൽ ഇന്ന് ഈ 2014 നമ്മൾ നോക്കേണ്ടത് എന്താ? ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്? ഇവിടെ അഴിമതിക്കും അനീതിക്കും എതിരായ മൗലികമായ വിമർശനങ്ങൾ ഉന്നയിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഊന്നിയുന്നുണ്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഊന്നിയുന്നുണ്ട്, ഇന്ത്യൻ മതേതരത്വത്തിൽ ഊന്നിയുന്നുകൊണ്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഭീഷണി നേരിടുകയല്ലേ? ആ ഭീഷണിയുടെ മൂല കാരണം എന്താണ്? ആ ഭീഷണിയുടെ മൂല കാരണം എന്ന് പറയുന്നത് BJP നയിക്കുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ സർക്കാർ തന്നെയല്ലേ ആ ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നത്? അത് ഇന്ത്യൻ ജനത മാത്രമല്ലല്ലോ പറയുന്നത്, UN വരെ പറഞ്ഞില്ലേ ഒരു കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് UN പറയുക എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യം ഇല്ലാതായി മാറുകയല്ലേ? ആ ജനാധിപത്യമല്ലേ നരേന്ദ്രമോദി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ജനാധിപത്യത്തെ ഭയക്കുന്നതാണ് നമ്മൾ കണ്ടത്? നമുക്കറിയാം, ഇന്ത്യൻ ജനങ്ങൾക്ക് ആവശ്യം ഇന്ത്യയുടെ ജനാധിപത്യമാണെങ്കിൽ BJPക്ക് തടസ്സം ഇന്ത്യയുടെ ജനാധിപത്യമാണ്, അവരുടെ ഏകാധിപത്യത്തിന് തടസ്സം ഇന്ത്യയുടെ ജനാധിപത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ജനാധിപത്യത്തെ ഭയക്കുന്നത്. നരേന്ദ്രമോദി തോൽക്കാൻ പോവുകയാണ്, ആ ഭയമാണ്. BJP തോൽക്കാൻ പോവുകയാണ്, ആ ഭയമാണ്. ആ ഭയത്തിന്റെ പുറത്തുള്ള പ്രവൃത്തികളല്ലേ നമ്മൾ ഈ കാണുന്നത്? നരേന്ദ്രമോദി ജയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ BJP ജയിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തോട്ട് പോകണമായിരുന്നു. യഥാർത്ഥ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിലോട്ട് ഇന്ത്യയെ നയിക്കാമായിരുന്നല്ലോ. അവർ ആ ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ, പരസ്പരം ജനാധിപത്യ രീതിയിൽ മത്സരിക്കാനുള്ള സാഹചര്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയല്ലേ ചെയ്യുന്നത്? ആം ആദ്മി പാർട്ടിയെ ED ഉപയോഗിച്ചുകൊണ്ട് നേരിടുമ്പോൾ കോൺഗ്രസിനെ IT ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് അതെല്ലാം ശരി, പക്ഷെ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഇടയിലുള്ള കൂട്ടായ്മയുടെ കാര്യത്തിൽ അതിന് എത്രത്തോളം ഒരു ഏകരൂപമുണ്ട് എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ ഉന്നയിച്ച ഒരു ആക്ഷേപം, ഇത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അതിനപ്പുറത്തേക്ക് ഇതിന് ഒരു നിലനിൽപ്പ് തന്നെ ഇല്ല. ആരാണ് നേതാവ്, ആരാണ് ഈ മുന്നണിയെ നയിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഉത്തരമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൃത്യമായിട്ടും ഈ മുന്നണിയെ ഒരു കൂട്ടായ്മ തന്നെയാണ് നയിക്കുന്നത്, ഇന്ത്യയുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ മുന്നണിയെ നയിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നിലനിൽപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ ജനാധിപത്യ സംവിധാനം, അതിനെപ്പറ്റിയൊക്കെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇന്ത്യ മഹാരാജ്യം അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും എന്തുവാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്? നിങ്ങൾ കൂടുതൽ അഴിമതി ചെയ്തു എന്ന് സമ്മതിച്ചു. അതായത് ഞങ്ങൾ അഴിമതിക്കാരാണ്, BJP അഴിമതിക്കാരാണ് എന്ന് സന്ദീപ് വാര്യർ സമ്മതിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? ആ അഴിമതിയല്ലേ നമ്മൾ കണ്ടത്? ഇന്ന് ഈ ലോകം കണ്ടേക്കുന്ന, ഇത്രയും നാൾ ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നല്ലേ ഇലക്ട്രൽ ബോണ്ട് അഴിമതി എന്ന് പറയുന്നത്? ആ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിക്കൊണ്ട് ഇവരുടെ ഘടകകക്ഷികൾ ആരാണ്? ഇവരുടെ ഘടകകക്ഷികൾ, പ്രധാന ഘടകകക്ഷി EDയും മറ്റൊരു പ്രധാന ഘടകകക്ഷി CBI അല്ലേ? അത് ഭരണകൂട സംവിധാനങ്ങളെ മുഴുവനല്ലേ ഇവർ ഘടകകക്ഷികളാക്കി വെച്ചത്? അവിടെയാണ് ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു ചേരുന്നത്. ഇന്ത്യയെ സംരക്ഷിക്കാൻ